നമുക്ക് ഇന്ന് കുക്കർ സ്റ്റൈലിൽ എല്ലും കപ്പി ഉണ്ടാക്കിയാലോ? അസൽ ബീഫ് നെഞ്ചിടിയുടെ കൂടെ. അതിന് ഫസ്റ്റ് ബീഫ് കഷ്ണങ്ങളെ ഇതേപോലെ കുളിപ്പിച്ചെടുക്കാം. കൂടെ സബോള കുട്ടന്മാരെ നൈസായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ചെടുക്കാം. പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കാം. അപ്പം മൊത്തം നമുക്ക് വേണ്ടത് 2 സബോള, ചെറുള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും. ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെ നമുക്ക് ഇതേ കുക്കറിലേക്കായി ഓരോന്ന് ഇങ്ങനെ ഇടാം. മസാലക്കൂട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ 1 സ്പൂൺ കാശ്മീരി പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഫ്രൈ ചെയ്ത് കുക്കറിലേക്ക് നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് ഇട്ട് കളയാം. നമുക്ക് 2 സ്പൂൺ കല്ലുപ്പും 2 സ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയും ഇട്ട് ഈ കൂട്ടിനെ ഒന്ന് കൈകൊണ്ട് തിരുമ്പി കൊടുക്കാം. എന്നിട്ട് കഴുകി വെച്ച ബീഫ് കഷ്ണങ്ങളെ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം തിരുമ്പി കൊടുത്താൽ സൂപ്പർ. തക്കാളി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടയ്ക്കാം. ഒരു 10 വിസിൽ കൊടുത്താൽ നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് കിട്ടും. നോക്കിയേ, ഇതേപോലെ അടിപൊളി. ഇനി 1 സബോള എണ്ണയിലങ്ങോട്ട് വഴറ്റി 1 സ്പൂൺ കാശ്മീരി പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇടുക. നമുക്ക് നമ്മുടെ ബീഫിനെ ഇതേപോലെ അങ്ങോട്ട് കാച്ചിടുക്കാം. ഇച്ചിരി മല്ലിയെല്ലാം അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി അങ്ങോട്ട് റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല നാടൻ കൊള്ളിയെ ഇതേപോലെ പീസാക്കിയിട്ട് കുക്കറിലേക്ക് അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഗ്യാസിനോട് കയറ്റി വയ്ക്കാം. കുറച്ച് ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതേപോലെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ കൊള്ളിയും റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം റെഡിയായ സ്ഥിതിക്ക് ഒരു പ്ലേറ്റിൽ ഇച്ചിരി കൊള്ളി ഫസ്റ്റ് ഇടാം. എന്നിട്ട് കുറച്ച് ബീഫ് കറി എടുത്ത് ഇതിൻ്റെ മേലിട്ടാൽ നമ്മുടെ ബീഫ് എല്ലും കപ്പിയും റെഡിയാട്ടാ. എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി.